മഴക്കാലത്തുണ്ടല്ലോ ഏറ്റവും എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അമരപ്പയർ. കാരണം ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ അമര നട്ട് കഴിഞ്ഞാലുള്ള ഗുണം, അത് കഴിഞ്ഞ് വരുന്ന ഷോർട്ട് ഡേയ്സ് ഉണ്ടല്ലോ, നമ്മളുടെ പകൽ ദൈർഘ്യം കുറഞ്ഞു വരുന്ന സമയത്താണ് അമര പൂക്കും കായ്ക്കും ഒക്കെ ചെയ്യുക. അപ്പോൾ ജനുവരിയിൽ നട്ടാലും ഡിസംബറിൽ നട്ടാലും സെപ്റ്റംബർ ഒക്ടോബർ മാസം ആകുമ്പോഴത്തേക്ക് ഇത് പൂക്കണമെങ്കിൽ ഏറ്റവും നല്ലത് മഴക്കാലത്ത് നടുക എന്നുള്ളതാണ്. ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്നറിയോ, ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഓവർകം ചെയ്യാനുള്ള ഒരു കഴിവ് അമരക്കുണ്ട്. പടർന്നു വളരുന്നതും കുറ്റി ഇനങ്ങളും അമരയിലുണ്ടെങ്കിലും കുറ്റിയായിട്ടിരിക്കുന്നതാണ് കേട്ടോ നമ്മൾക്ക് അടുക്കളത്തോട്ടത്തിൽ ഏറ്റവും നല്ലത്. മഴക്കാലത്ത് നടുമ്പം 2 അടി അകലത്തിലായിട്ട് വാരങ്ങൾ എടുത്തിട്ട് അതിനകത്ത് വാരങ്ങളിൽ 1/2 അടി, അതായത് 15 സെൻറ്റിമീറ്റർ അകലത്തിലായിട്ട് വിത്ത് വിതയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ വിത്ത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും വാങ്ങിക്കാൻ കിട്ടും. പ്രധാനമായിട്ടും നമ്മുടെ ഹോർട്ടികോർപ്പിൻ്റെ സെൻറ്റേഴ്സിലൊക്കെ തന്നെ വിത്തുണ്ട് കേട്ടോ. അർക്ക ജയ്, അർക്ക വിജയ് ഇതൊക്കെ നല്ല ഉൽപ്പാദനം തരുന്ന ഇനങ്ങളാണ്. ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ ആണ് നടുന്നതെങ്കിൽ ഒരു ചട്ടിക്കകത്ത് ഒരു വിത്ത് എന്നുള്ള രീതിയിൽ നട്ടാൽ മതി. അതൊന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് നടുന്നതാണ് നല്ലത്. ആദ്യം തന്നെ ചെടിച്ചട്ടിയിൽ 100 ഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായം ചേർക്കാം, മണ്ണുമായിട്ട് ഇളക്കി ചേർക്കാം. അത് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ആണ് നടേണ്ടത്. പൊടിഞ്ഞ കാലിവളമോ കമ്പോസ്റ്റോ മണിര കമ്പോസ്റ്റോ ആട്ടിൻ കാഷ്ടമോ കോഴിക്കാഷ്ടം പൊടിഞ്ഞതോ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ, പ്രത്യേകിച്ച് കീടങ്ങളോ രോഗങ്ങളോ ഒന്നും തന്നെ നമ്മുടെ അമരയിൽ ഉണ്ടാവാറില്ല. 2 ആഴ്ചയിലൊരിക്കൽ പൊടിഞ്ഞ ജൈവവളം മാറി മാറി ഉപയോഗിക്കാം. മത്സ്യവളമാണെങ്കിലും ആട്ടിൻ കാഷ്ടമാണെങ്കിലും കോഴിക്കാഷ്ടമാണെങ്കിലും മാറി മാറി 15 ദിവസത്തിലൊരിക്കൽ ഇട്ട് കൊടുക്കണം. ആ വളം ചേർക്കുന്ന സമയത്ത് തന്നെ ഒന്ന് മണ്ണ് ഇളക്കി കൊടുത്തിട്ട് വേണം വളം ചേർക്കാൻ. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ പറ്റുകയെന്നറിയോ, മണ്ണിനകത്തുള്ള വായു സഞ്ചാരം കൂടും. എയർ സർക്കുലേഷൻ കൂടുമ്പോഴത്തേക്കും വേരുകൾ നന്നായിട്ട് പടർന്നു വളരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉൽപ്പാദനവും കൂടും. ഒന്ന് നന്നായിട്ട് കായ്ച്ചു കഴിഞ്ഞതിന് ശേഷം പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ പുതിയ തളിർപ്പുകൾ ഉണ്ടാവുകയും വീണ്ടും നല്ലോണം കായ്ക്കുകയും ചെയ്യും. അപ്പോൾ അമരം നടുവന്നല്ലേ.